ഞാനത്ര നേരമായിട്ട് എൻ്റെ ഓളോട് ഒരു കട്ടൻ ചായ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭാവം പോലും ഇല്ല. ഷീബ അല്ലടോ ഈ അച്ഛന് കട്ടൻ കൊടുത്തില്ല. നിങ്ങളത് എന്താ പറയണത്? നേരം വെളുത്ത നേരം വരെ 4 കട്ടൻ കുടിച്ചിട്ട് ഞങ്ങളച്ഛൻ കുറുക്കന്റെ മാതിരിയാ കൊലാലിരിക്കണേ. കുറുക്കനോ? പറഞ്ഞ കറക്റ്റാണല്ലോ. ഹായ് കൂട്ടുകാരെ, പരിസര പഠനത്തിന്റെ 2ാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേരി ടീച്ചർ. ഒരു ഫോണും 3 മക്കളും 10-25 പാടും. നിങ്ങൾ ഈ ഒലക്ക കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ സിനിമ ഒന്ന് കണ്ടുവെക്കാൻ. മക്കളെ, കാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഹലോ, ഈ എവിടെ പോയി കിടക്കാണ് ചങ്ങായിയെ? അല്ലാന്ന് ഞങ്ങൾ OTP സാധനമൊക്കെ ബുക്ക് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ല ഈ കട്ടക്കുണ്ടോ? എന്തൊരു കട്ടിടുന്ന കാര്യൊക്കെ? ഷീബ, അത് ഈ അച്ഛന് കട്ടൻ കൊടുക്കാത്ത കാര്യം എങ്ങനെ ബനറിഞ്ഞു? ഓ, പഴയ അലമ്പ് കമ്പനിക്കാരൊക്കെ പിന്നെയും വിളി തുടങ്ങിയില്ലേ? എന്റെ അച്ഛനല്ലേ വെറുതെ ഈച്ചനായിട്ട് അവിടെ ഇരിക്കണേ? അച്ഛനോട് പറയും. ഞാനോ ഷീബ? അതൊന്നാ കുട്ടിക്ക് എഴുതി കൊടുക്കും മനുഷ്യ. പക്ഷെ എന്തൊരു കഷ്ടാണ് എന്നാലിത്. എന്താ മോനെ ഇതാള്? നോക്കി, നിങ്ങൾ അത്ര വൃത്തിയിലൊന്നും എഴുതാൻ നിൽക്കണ്ട. ടീച്ചർക്ക് മനസ്സിലാവും കുട്ടികൾ എഴുതിയതല്ലാന്ന്. നിങ്ങൾ കുറച്ച് വൃത്തിയേടാക്കിയിട്ടൊക്കെ എഴുതിയാൽ മതി. ഓൻ മര്യാദക്ക് എഴുതിയാൽ തന്നെ വൃത്തിയോടെ ആയിക്കോളുമല്ലോ.